ഒരു വേദിയാണ് ഞാനിത്. ഞാൻ ഇന്ന് വരെ ഒരു വേദിയിലും ഞാനിവിടെ വന്നോട്ടെ എന്ന് ചോദിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ആ ഒരു കഥ സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ എനിക്കും കൂടെ ഈ ഒരു വേദിയിൽ പങ്കെടുക്കണമെന്ന് തോന്നി. ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സുജിത്തെ നല്ല വെയിൽ, വൈകിട്ടായിരുന്നെങ്കിൽ സുരയും കൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്, വൈകിട്ടായിരുന്നെങ്കിൽ ഭംഗിയായനെ. പക്ഷെ നിങ്ങളൊക്കെ ആ വെയിലത്ത് ഇവിടെ നിൽക്കുന്നതിന് വളരെ വളരെ സന്തോഷം. സുജിത്തെ, ഇനി നമുക്ക് വേണ്ടത് ആ അച്ഛനൊരു ബാത്റൂമാണ്. ആ അച്ഛനൊരു ബാത്റൂം വേണ്ടേ? അതിന് സുജിത്തിന്റെ കൂടെ ഞാനും കാണാം. നമുക്കൊരു ബാത്റൂം കൂടെ അവിടെ നമുക്ക് ചെയ്തു കൊടുക്കണം. ഉറപ്പായിട്ട് എല്ലാരും ഉണ്ടാവണം അതിനായിട്ട്. എന്റെ അടുത്ത് ചോദിച്ചു, റീത്ത് ചോദിച്ചു, ആ ബാത്റൂം എവിടെ ചേട്ടാന്ന് ചോദിച്ചു. റീത്ത് ചോദിച്ചില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞില്ല, നമുക്കത് ചെയ്തു കൊടുക്കണം. നിങ്ങൾ എല്ലാരും കൂടെ എല്ലാരും കൂടെ ഒന്ന് സഹകരിക്കും. എല്ലാരും കൂടെ ഒരു ബാത്റൂമിനോട് ഒന്ന് സഹകരിക്കും. എല്ലാവരോടും സഹകരിക്കും ഒന്ന് കൈയടിച്ച്, നമ്മൾ സഹകരിക്കുന്ന ആൾക്കാരെ കൈയടിച്ച്. അപ്പൊ ആ ഒരു ബാത്റൂം കൂടെ നമുക്ക് അച്ഛന് ചെയ്തു കൊടുക്കാം എന്നുള്ളതാണ്. ഉമ്മ തരാനാണോ എനിക്ക്? അപ്പൊ ഉമ്മ വേണ്ട. അപ്പൊ വേറെ കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മള് അടുത്തൊരു വലിയ കാര്യം ചെയ്യാമെന്ന് വാക്ക് കൊടുത്തായിരുന്നു ഓമനക്കുട്ടൻ ചേട്ടന്റെ. പക്ഷെ അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതേപോലെ കൂടെ നിൽക്കുവാണെങ്കിൽ ഓമനക്കുട്ടൻ ചേട്ടന് വാടക വീട്ടിൽ നിന്നുമാണ് ഇവിടെ വീട് പണിയാൻ വേണ്ടി സിമന്റ് കൊണ്ടുവന്നത് അദ്ദേഹം. അതൊരു വലിയ മനസ്സാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ വാക്ക് കൊടുത്തു, അദ്ദേഹത്തിന് ഒരു വീട് വെച്ച് കൊടുക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഹ്യൂമൻ സേവാ ചാരിറ്റി സുഹൃത്തുക്കളുണ്ട്, അവരത് ഏറ്റെടുത്തു. ഞാനും അതിന്റെ ഒരു ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ എഫ്ഐയുണ്ട്, ഇതിൽ മിക്ക സുഹൃത്തുക്കളുണ്ട്. അപ്പൊ എല്ലാവരും അതിന്റെ ഭാഗമായി കഴിഞ്ഞാൽ അടുത്ത ഒരു പരിപാടി നമ്മൾ അതായിരിക്കും. എല്ലാവരും കൈയടിച്ച കൂടെ ഉണ്ടാവും. ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മള് കത്തിക്കാൻ പോവാണ്. എന്റെ റിക്വസ്റ്റ് ഉണ്ട്, സുധേ, നമ്മള് കല എന്ന് പറയുന്ന ദൈവമാണ്. അപ്പൊ നമ്മള് കുറച്ച് കലാകാർ വന്നിട്ട് അവർക്കൂടെ ഒരു തിരി നിങ്ങൾ മാറ്റി വെക്കണം കത്തിക്കാനായിട്ട്. കാരണം നമ്മുടെ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുണ്ട്. അപ്പൊ ആദ്യം നമ്മുടെ ഈ സംരംഭത്തിൽ കൂടെ നിന്ന ആൾക്കാർ കുറച്ച് പേര് വെച്ചിട്ട് ഓരോ തിരി, അതായത് 7 തിരിയേ ഉള്ളൂ. ആർക്കും ഒരു പാർഷ്വാലിറ്റി ഇല്ലാതെ, ആർക്കും ഒരു ദേഷ്യമില്ലാതെ, വിരോധമില്ലാതെ അവരൊക്കെ നമ്മുടെ ഒരു കൈക്കുമ്പിളിൽ കൊണ്ടുകിടക്കാം. അത് സുജിത്ത് തന്നെ ഓരോരുത്തരെ വിളിച്ച് ഓരോ ഭാഗമായിട്ട് കത്തിച്ചു തുടങ്ങാം. അപ്പൊ ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു ഫ്യൂഷൻ സോങ് ഇട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു നല്ലൊരു കൈയടി എല്ലാവരും കൂടെ ചേർന്നിട്ട്, നല്ലൊരു കൈയടി. ആ സൈഡിൽ ഇരിക്കുന്നവരൊക്കെ ഒന്ന് കൈയടിച്ച് നോക്കട്ടെ. നല്ല ഉച്ചത്തിലൊന്ന് കൈയടിച്ച് ഉഷാറായിട്ട്. അതാണ് സുജിത്ത്. അങ്ങനല്ല, നമ്മൾ ആദ്യം കുറച്ച് പേര്, പിന്നെ കുറച്ച് പേര്. പറഞ്ഞു ആദ്യമാണ് അദ്ദേഹത്തെ വിളിക്കേണ്ടത്. കാര്യം എന്ന് വെച്ചാൽ ജീവൻ ആദ്യം, പിന്നെ വീടുള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ ഓൾ കേരള ബ്ലഡ് ഡൊണേഷനിലെ ഒരു അംഗമാണ് അദ്ദേഹം. അതിന്റെ ഒരു മെമ്പർ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ചേട്ടനെ ആദ്യം തൊട്ടേ ഞാൻ നോക്കുന്നുണ്ട് ഇവിടെ. ഇവൻ പറഞ്ഞിട്ടില്ല എങ്ങനെയാണെന്നുള്ളത്. ഒന്ന് വരൂ, പിന്നെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം. അദ്ദേഹത്തിന് ഒരു കൈയടി കൊടുക്കാം കേട്ടോ. തീർച്ചയായിട്ടും ഇതിന്റെ ഭാഗം എല്ലാവരും ഭാഗമാണ്.